സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും നാടാണ് കേരളം. അധസ്ഥിത ജനതയെ ആത്മബോധമുള്ളവരാക്കിയ നവോത്ഥാന നായകരുടെ നാട്. അവർ തെളിച്ച വെളിച്ചവുമായി മുന്നേറുന്ന മലയാളി പുരോഗമന മൂല്യങ്ങൾ ഉൾക്കൊണ്ടും കാലത്തിനനുസരിച്ച് പരിവർത്തനത്തിന് വിധേയമായും സാംസ്കാരിക അടിത്തറ ശക്തിപ്പെടുത്തുകയാണ്. ഭരണഘടനയുടെ മതനിരപേക്ഷത, വ്യക്തിസ്വാതന്ത്ര്യം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന പ്രമാണങ്ങളിൽ വിശ്വസിച്ചും മാനവികത കരുത്താക്കിയും സാമൂഹിക നീതി മുതൽ വികസന രംഗങ്ങളിൽ വരെ മാതൃക തീർത്തുമാണ് നമ്മുടെ ജന്മനാടിന്റെ മുന്നേറ്റം. അതിന് ശക്തമായ പിന്തുണാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് നമ്മുടെ സർക്കാർ. ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം. കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും ഇടമാനവ കേരളം, പ്രിയ കേരളം. അടികളിടറാതെ ഇനിയും അതിദാരിദ്ര്യമില്ല നാട്ടിൽ, ഇവിടെ മതഭേദങ്ങളില്ല തമ്മിൽ. കേരളം നഷ്ടമാകുന്ന പൊതുമണ്ഡലങ്ങളെ തിരിച്ചുപിടിച്ചും സാംസ്കാരിക രംഗത്ത് ഇടനാഴികൾ രൂപപ്പെടുത്തിയും തനതായ ചരിത്രവും ജീവിതവും അറിയാൻ അവസരമൊരുക്കിയുമാണ് കഴിഞ്ഞ 7.5 വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സാംസ്കാരിക രംഗത്ത് മുന്നേറ്റം ഉറപ്പാക്കുന്നത്. കലകളെയും പൈതൃകത്തെയും സംരക്ഷിക്കുവാനും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടാനും ഈ സർക്കാർ ഒട്ടേറെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, ഫോക്ലോർ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, പ്രസ് അക്കാദമി തുടങ്ങിയ കലാപഠന ഗവേഷണ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികളും കേരള കലാമണ്ഡലം മുതൽ രാജാ രവിവർമ്മ ആർട്ട് മ്യൂസിയം വരെ ഉൾപ്പെടുന്ന 25ലധികം കേന്ദ്രങ്ങളിലെ ഭാഷാ കലാ സംരക്ഷണവും ഉൾപ്പെടുന്നതാണ് ഈ രംഗത്തെ കേരളത്തിന്റെ സമീപകാല നേട്ടങ്ങൾ. ചിറകടി ഉയരുകയായി അഭിനവ വികസ്വര കേരള ഭൂവിൽ പുലരികൾ വിടരുകയായി ഉയർന്നു പറന്നു വളർന്ന നാടിൻ സുഗത സഞ്ചാരമരുളി നീളുന്ന സുഗമ പാതകൾ, തിരമുറിച്ചിങ്ങു തീരമണയുന്ന സ്വപ്ന നൗകകൾ, സുഗത സഞ്ചാരമരുളി നീളുന്ന സുഗമ പാതകൾ, തിരമുറിച്ചിങ്ങു തീരമണയുന്ന സ്വപ്ന നൗകകൾ. കാലം കാതോർക്കും മലനാടിൻ മൊഴികൾ, കാലങ്ങൾ പോകാൻ നാം തേടും വഴികൾ, മാറ്റത്തിൻ മാറ്റൊലിയ മുഖരിതമാകുമിടം. കേരളം മമ കേരളം, കേരളം നവ കേരളം, കേരളം മമ കേരളം, കേരളം നവ കേരളം. നവോത്ഥാന നായകരുടെ പേരിൽ ജില്ലകൾ തോറും സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കുന്ന സർക്കാർ കേരളത്തിന്റെ സാംസ്കാരിക പെരുമ വരും തലമുറയിലേക്ക് പകർന്നു നൽകുകയാണ്. 700 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കാസർഗോട്ടും കൊല്ലത്തും പാലക്കാടും ബൃഹത്തായ സാംസ്കാരിക സമുച്ചയങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദം നേടിയ 1000ഓളം യുവ കലാകാരന്മാർക്ക് വജ്രജൂബിലി ഫെലോഷിപ്പ്, കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം പ്രചരിപ്പിക്കുന്നതിനും കലാരൂപങ്ങളെ ശാക്തീകരിക്കുന്നതിനുമായി കേരള സംസ്കാര വ്യാപനം പദ്ധതി, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി പൊതു ഇടങ്ങൾ കണ്ടെത്തുന്ന നാട്ടരങ്ങ്, കലാകാരന്മാർക്ക് നൈപുണ്യ പരിശീലനത്തിന് ഗ്രാമീണ കലാകേന്ദ്രങ്ങൾ, അഭയഗ്രാമം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാർ സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കുമുള്ള പെൻഷൻ വർദ്ധിപ്പിച്ചു. അവശത അനുഭവിക്കുന്നവർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കി. മോൻ്റെ പാട്ട് ടീച്ചറെ കണ്ടായിരുന്നു. അവൻ നന്നായിട്ട് പാടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത മാസം മുതൽ ഞാനും പൊക്കോട്ടെ മോൻ്റെ കൂടെ പാട്ട് പഠിക്കാം. പാട്ട്
ഈ പ്രായം. അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. നീ പോയി വരേണം പ്രിയയോടെൻ്റെ വാർത്തകൾ ചൊൽവാൻ. പ്രിയമാനസാ നീ പോയി വരേണം പ്രിയയോടെൻ്റെ വാർത്തകൾ ചൊൽവാൻ. പ്രിയമെന്നോർത്തിതു പറകയോ മമ. കേരളീയ നൃത്തകലകൾ അഭ്യസിപ്പിക്കുന്ന കൽപ്പിത സർവകലാശാലയാണ് കേരള കലാമണ്ഡലം. ഇവിടെ മോഹിനിയാട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ സാംസ്കാരിക സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ എന്നിവരുടെ സഹകരണത്തോടെ ശതമോഹനം പദ്ധതി നടപ്പിലാക്കിയ സാംസ്കാരിക വകുപ്പ് കലാകാരന്മാർക്കുള്ള ഫെലോഷിപ്പ് തുക 500,000 ഉയർത്തി. നിള എന്ന പേരിൽ അന്തർദേശീയ നൃത്ത സംഗീത വാദ്യ ഉത്സവം, സപ്തഭംഗി നൃത്തോത്സവം, സെന്റർ ഫോർ നങ്ങ്യാർ കൂത്ത് എന്നിവ സംഘടിപ്പിച്ചു. ഹരിത കോമളമഹിത കേരളമെൻ്റെ അഭിമാനം. ജീവിതോത്സവ താളമുണരും സ്നേഹലയ തീരം. ജാതിമതിലുകൾ വീണുടഞ്ഞ വിചാരരണനാദം. സമത സത്യം കരുണ നമ്മുടെ കൊടിയടയാളം. ജീവിതത്തിനരങ്ങിലുണരും സത്കലാമേളം. സാഹിതീയ സമൃദ്ധിയായി അമ്മ മലയാളം. പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ മികച്ച സിനിമകൾ ആസ്വദിക്കാൻ തിയേറ്ററുകളുടെ നവീകരണം പൂർത്തിയാക്കിയ KSFDC സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ സംവിധായകരുടെ നേതൃത്വത്തിൽ നിഷിദ്ധോ, ഡിവോഴ്സ്, B32 മുതൽ 44 വരെ, നിള എന്നീ സിനിമകൾ നിർമ്മിച്ചു. ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സെന്റർ ഫോർ ഇന്റർനാഷണൽ ഫിലിം റിസർച്ച് സെന്റർ ആൻഡ് ആർക്ക് എന്ന പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചലച്ചിത്ര ഗവേഷണ കേന്ദ്രവും ഡിജിറ്റൽ ആർക്കൈവ്സും സ്ഥാപിച്ച സർക്കാർ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ രൂപഭാവങ്ങൾ പരിഷ്കരിച്ചു. അക്ഷരത്തിന്റെ ജ്വാല പടർത്തി അതിനൂതന വീഥികൾ തേടി ആശയറ്റോർക്കും ആശ്രയമായി അതിജീവന ഗാഥകൾ എഴുതി. അക്ഷരത്തിന്റെ ജ്വാല പടർത്തി അതിനൂതന വീഥികൾ തേടി ആശയറ്റോർക്കും ആശ്രയമായി അതിജീവന ഗാഥകൾ എഴുതി. അളവില്ലാ കരുതലുമായി ആതിഥേയത്വ മാതൃകയായി വികസനമൊരുവാക്കി തീരും കാലം എങ്ങോ പോയി. അവസരമിനി എവിടെയും എത്തും നേരം പുലരാനായി പടിപടിയായി ഉയരുകയായി പുതുയുഗമാഗതമായി.
കേരള സാഹിത്യ അക്കാദമിയുടെ കീഴിൽ മഹാപ്രതിഭകളായ സാഹിത്യ നായകർ മുതൽ എഴുതി തുടങ്ങുന്നവരെ വരെ വിവിധ വേദികളിൽ അണിനിരത്തി സാഹിത്യോത്സവം സംഘടിപ്പിച്ച സാംസ്കാരിക വകുപ്പ് അന്ധവിദ്യാർത്ഥികൾക്കായി അകക്കണ്ണ് പരിപാടി, കബീർ സാഹിത്യോത്സവം, സ്ത്രീ സമത്വത്തിനായി സാംസ്കാരിക മുന്നേറ്റം ഉറപ്പാക്കുന്ന സമം തുടങ്ങിയ പരിപാടികൾ യാഥാർത്ഥ്യമാക്കി. കുമാരനാശാൻ സ്മാരക കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാന്റെ ഭവനം സംരക്ഷിത സ്മാരകമാക്കി. ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീഥി തൻ കിഴക്കരികിൽ കാളിമ കാളും നഭസ്സയും അവയ്ക്കും വെൺമനോജ്ഞമാളികയൊന്നിന്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞ വാതിലാർന്നകത്താളിരുന്നാൽ കാണും ചെറുമതിലിനുള്ളിൽ ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ ദേശീയ അന്തർദേശീയ രംഗത്ത് ശ്രദ്ധ നേടിയ പ്രവർത്തനങ്ങളും പദ്ധതികളും സാധ്യമാക്കിയ കേരള ലളിതകലാ അക്കാദമി കിളിമാനൂർ രാജാ രവിവർമ്മ സ്മാരക സാംസ്കാരിക നിലയത്തിൽ ആർട്ടിസ്റ്റ് റെസിഡൻസി സ്റ്റുഡിയോയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. അബുദാബിയിലെ റിസ്ക് ആർട്ട് ഇനിഷ്യേറ്റീവുമായി കലാസാംസ്കാരിക സഹകരണത്തിന് കൈകോർത്ത ഈ സ്ഥാപനം എഡ്യൂക്കേഷണൽ ഔട്ട്റീച്ച് ഇനിഷ്യേറ്റീവ് പദ്ധതിയായ ദിശ, ആർട്ടിസ്റ്റ് റെസിഡൻസി പ്രോഗ്രാമുകൾ, കാലിഗ്രാഫി ഫെസ്റ്റിവൽ എന്നിവ സംഘടിപ്പിച്ചു. നാടൻ കലകളെക്കുറിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് അവബോധം വളർത്താൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയ കേരള ഫോക്ലോർ അക്കാദമി മൺസൂൺ ഫെസ്റ്റ്, സിറ്റി ഫെസ്റ്റ്, ഫോക്ലോർ ഫിലിം ഫെസ്റ്റ് എന്നിവ സംഘടിപ്പിച്ചു. സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് കലാകാര പെൻഷൻ തുക 1000-ൽ നിന്ന് 3 തവണകളായി 4000 രൂപയാക്കി ഉയർത്തി. ഫാമിലി പെൻഷനും വർദ്ധിപ്പിച്ചു. ഇനിയൊന്നായി മുന്നേറി നാം കനവിൽ കണ്ട ദൂരങ്ങളിൽ ഇരുളെല്ലാം പകഞ്ഞേറുമീ അഴകിൽ കേരളം. കുരുതി പെയ്തൊരു മാരിയിൽ കുതറിടും തിരമാലയിൽ പൊരുതി നിന്നൊരു കാലമേ, വഴി കാട്ടിയ വീരമേ, പ്രകൃതി വാടിയ വേനലിൽ പ്രളയമാടിയ വേളയിൽ പടുമരങ്ങളിലാകവേ തളി തന്നൊരു ജാലമേ. ഇനിയൊന്നായി മുന്നേറി നാം കനവിൽ കണ്ട ദൂരങ്ങളിൽ ഇരുളെല്ലാം പകഞ്ഞേറുമീ അഴകിൽ കേരളം. കെടുതിയിൽ ദിനമാഴവേ, വറുതി താണ്ഡവമാടവേ, കരുതലാൽ കരയേറി നാം നവകേരള വീതിയിൽ വഴികളിൽ കൊടുമുള്ളുകൾ, ചുഴികൾ, ദുർഘട സന്ധികൾ, അവയിലാണ്ടിടറാത്തൊരീ അതിജീവന വേഗമേ. വിജ്ഞാനവേനൽ, ഉയരും ഞാൻ നാടാകെ, യവനിക, മതിലുകൾക്കപ്പുറം, ഉണർവ് തുടങ്ങിയ പരിപാടികൾ യാഥാർത്ഥ്യമാക്കിയ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനും പരിപൂർണമായും ശിശു സൗഹൃദവും മികച്ച വായനാനുഭവവും നൽകുന്ന വൈവിധ്യപൂർണമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും സാംസ്കാരിക രംഗത്ത് തങ്ങളുടേതായ സംഭാവനകൾ നൽകി വരികയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ആസ്ഥാന മന്ദിരം തുറന്നതും ഗായത്രി എന്ന പേരിൽ ഒരു പുതിയ ഫോണ്ട് വികസിപ്പിച്ചതും ഇക്കാലയളവിലാണ്.
10 സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ കോർത്തിണക്കി ഭാരതീയ രംഗോത്സവം സംഘടിപ്പിച്ച ഭാരത് ഭവൻ, എന്റെ ഗ്രാമം പൂക്കള മത്സരം, സാംസ്കാരിക പഠനയാത്ര, ഗ്രാമോത്സവങ്ങൾ, ഇന്ത്യൻ ട്രൈബൽ ഫെസ്റ്റ്, വില്ലേജ് ഫെസ്റ്റ്, ഫോക്ക് ഫെസ്റ്റ്, മൺസൂൺ ഫെസ്റ്റ്, മലബാർ പൈതൃകോത്സവം തുടങ്ങി ഒട്ടനവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. വാമനപുരത്തെ 10 ഏക്കർ തരിശുനിലത്ത് കൃഷിയിറക്കി കലയും ജൈവകൃഷിയും സമന്വയിപ്പിച്ച തിയേറ്ററം ഫാർമ എന്ന പദ്ധതിയും ഭാരത് ഭവൻ നടപ്പിലാക്കി. ബുക്ക്മാർക്ക് സ്വന്തമായി പബ്ലിക്കേഷൻ ആരംഭിച്ചു. പൈതൃക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള നിയമസഭാ ലൈബ്രറിയിലെ പഴയ രേഖകൾക്ക് ഭൗതിക സംരക്ഷണം നൽകുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കി. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ജനശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ സാദരം MT ഉത്സവം സംഘടിപ്പിച്ചു. കഥകളിയുടെയും യുനെസ്കോ അംഗീകാരം നേടിയ കലാരൂപമായ കൂടിയാട്ടത്തിന്റെയും പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കുന്ന മാർഗി, നിർധനരായ കുട്ടികൾക്ക് ചെണ്ട, നങ്ങ്യാർകൂത്ത്, കഥകളി വേഷം എന്നിവയിൽ സൗജന്യ പരിശീലനം നൽകി വരികയാണ്. ചുമർ ചിത്രകലയുടെയും നിരവധി വാസ്തുശില്പ നിർമ്മാണത്തിന്റെയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന വാസ്തുവിദ്യാ ഗുരുകുലം വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കി. സംസ്ഥാന പുരാരേഖ വകുപ്പിനു വേണ്ടി പ്രധാന ചരിത്ര സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചുമർ ചിത്ര രചനാ പദ്ധതിക്ക് പ്രാരംഭം കുറിച്ചു. അറിവേകും വഴി തേടി ഇതിലേ വാവാ, നിറമാർന്നൊരു കനവെല്ലാം പതിയെ നേടാം. അറിവേകും വഴി തേടി ഇതിലേ വാവാ, നിറമാർന്നൊരു കനവെല്ലാം പതിയെ നേടാം. ശ്രീനാരായണ ദർശനത്തിൽ പഠന കോഴ്സുകൾ ആരംഭിച്ച ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം ശ്രീനാരായണ സാഹിത്യത്തെയും ഗുരുവുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട വിവരങ്ങളെയും ഡിജിറ്റൽ ആർക്കൈവ് ചെയ്യുന്നതിന് തുടക്കം കുറിച്ചു. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം 12.5 കോടി രൂപ ചിലവിൽ 4200 ചതുരശ്ര അടി വിസ്തൃതിയുള്ള നൃത്ത മ്യൂസിയം പൂർത്തിയാക്കി. നവകേരള നിർമ്മിതിയിൽ നമ്മുടെ ചരിത്രവും വർത്തമാനവും പൈതൃകവും ഏറെ പ്രസക്തമാണ്. ചരിത്രത്തെ നിരാകരിച്ചും ശാസ്ത്രത്തെ അപഹസിച്ചും യഥാർത്ഥ വസ്തുതകളെ വളച്ചൊടിച്ചും അപനിർമ്മിതിക്കായി പ്രചരണം നടത്തിയുമെല്ലാം നമ്മുടെ സാംസ്കാരിക പ്രബുദ്ധത ഈ ഘട്ടത്തിൽ വെല്ലുവിളി നേരിടുകയാണ്.